അപ്പം മാം നമ്മുടെ ഈ ബാക്ക് ടു ബാലൻസ് ക്ലിനിക്ക് കൊച്ചിയിൽ എവിടെയൊക്കെ ബ്രാഞ്ചുകളിലുണ്ട് കൂടുതൽ? പിന്നെ നമ്മുടെ കൺസൾട്ടേഷനൊക്കെ എങ്ങനെയാണ്? ഡയറക്റ്റ് നമ്മൾ അവിടെ തന്നെ വരണോ? നമുക്ക് ഓൺലൈനായിട്ട് എന്തെങ്കിലും കൺസൾട്ടേഷൻ ഉണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? നമുക്ക് ആക്ച്വലി എറണാകുളത്ത് ഒരു ബ്രാഞ്ചാണ് ഉള്ളത്. അത് കളമശ്ശേരിയിലാണുള്ളത്. കളമശ്ശേരി തോഷിബ ജംഗ്ഷൻ കുസാറ്റിൻ്റെ ഒക്കെ അകത്താണ്. അപ്പോൾ അതാണ് എൻ്റെ മെയിൻ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അത് അത്യാവശ്യം വലിയൊരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി പോലെ തന്നെയുള്ള ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ മെയിൻ ബ്രാഞ്ച് മെയിൻ ക്ലിനിക്ക് അവിടുന്ന് ബ്രാഞ്ച് വരുന്നത് പിന്നെ തലശ്ശേരി, പിന്നെ മാംഗ്ലൂരുണ്ട്. നമ്മളിപ്പോൾ തൃശ്ശൂർ ആൻഡ് കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പ്ലസ് ഞാൻ ദുബായിലോട്ടും ഒന്ന് നമുക്ക് അത് നമ്മുടെ ഒരു ഡ്രീമാണ്. കാരണം നമ്മുടെ ബ്രാൻഡ് ലോകത്തിലെ എല്ലാ സ്ഥലത്തും നമ്മുടെ ബ്രാൻഡ് എത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരു ആസ് എ എൻ്റർപ്രണർ നമ്മുടെയൊക്കെ ഡ്രീമാണ്. അപ്പോൾ എന്നാൽ പോലും നമ്മളിതൊരു സർവീസും കൂടിയാണ്. കാരണം ഒരു മരുന്നും ഇല്ലാണ്ട് നമ്മൾ ആസ് എ ബിലീഫർ, നമ്മളെല്ലാവരും ഈശ്വരവിശ്വാസികളാണ്. അപ്പോൾ നമുക്കൊന്ന് രോഗം മാറ്റാനുള്ള കഴിവുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും നമുക്കൊരു നിമിത്തമാവാൻ പറ്റും. അപ്പോൾ ആ നിമിത്തത്തിൽ നിന്നുകൊണ്ട് മരുന്നൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ ഓരോ പേഷ്യൻസും നമ്മുടെ അവിടെ നിന്ന് രോഗം മാറിപ്പോകുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിലുപരി നമുക്ക് ഭയങ്കര പ്രൗഡുമാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാരിലോട്ട് ഇത്തരം ചികിത്സാ രീതികൾ എത്തണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹവും. അതുകൊണ്ടാണ് പല പല ബ്രാഞ്ചുകളായിട്ട് നമ്മളിങ്ങനെ പോകുന്നത്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞു, ഈ അക്കാഡമി ബേസിൽ നമുക്കിവിടെ ഈ കേരളത്തിൽ എവിടെയും ഒരു മെഡിക്കൽ കോളേജുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ വലിയൊരു ഡ്രീം എന്ന് പറയുന്നത് ഇതിനൊരു മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിനെ ഒരു നോളജിൽ ഒരു സിലബസ് ബേസ്ഡ് ആയിട്ട് റെഗുലേറ്ററി ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഗവൺമെൻറ് തന്നെ ഇതിനെ ഏറ്റെടുത്ത് ഞങ്ങൾക്കൊരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയൊരു ഡ്രീം. പിന്നെ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ബ്രാഞ്ച് എത്തുക. ഇപ്പം മെയിൻലി ഞാനിപ്പോൾ ദുബായിൽ എക്സാംസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ആവുകയാണെങ്കിൽ ദുബായിൽ തുടങ്ങുക എന്നുള്ളത് ഒരു വലിയൊരു ഡ്രീം തന്നെയാണ് എൻ്റെ. നമ്മുടെ കൺസൾട്ടേഷനൊക്കെ എങ്ങനെയാണ്? കൺസൾട്ടേഷൻ ആക്ച്വലി ഓൺലൈൻ കൺസൾട്ടേഷൻ ഒന്നും ഇതിലില്ല. ഇത് ഓൺലൈൻ കൊടുക്കാൻ പറ്റുന്നൊരു ട്രീറ്റ്മെൻ്റ് അല്ല. ഫിസിക്കലി നമ്മൾ ടച്ച് ചെയ്ത് നീഡിൽ ഇൻസേർട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. എന്നാൽ നമ്മൾ എന്തെങ്കിലും ഹോം റെമഡീസ്, യോഗ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടുത്തെ നാച്ചുറോപ്പതി ഡോക്ടറുണ്ട്. അപ്പോൾ അവർ കൊടുക്കാറുണ്ട് യോഗയും അതുപോലെ തന്നെ കുറച്ച് ഹോം റെമഡീസ്, അതുപോലെ ഡയറ്റ്, ഫുഡിൻ്റെ കാര്യങ്ങൾ. ഞാൻ അതേപോലെ തന്നെ എന്തെങ്കിലും അക്യുപ്രഷർ പോയിൻറ്റ്സ് ഉണ്ടെങ്കിലും നമ്മൾ വാട്സപ്പിലൂടെ ചോദിക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ കുറച്ച് ടിപ്സ് നമ്മുടെ യൂട്യൂബിലൊക്കെ വരുന്ന പോലത്തെ ടിപ്സുകൾ തന്നെ. അല്ലാണ്ട് ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ഓൺലൈനിലില്ല. ഇത് കൺസൾട്ടേഷൻ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഈ കാണുന്ന നമ്പറാണ് ബുക്കിംഗ് നമ്പർ. ഇതിൽ നമുക്ക് ബുക്ക് ചെയ്തിട്ട് വരാം. പിന്നെ നേരിട്ട് വന്നിട്ടും അപ്പോയിൻമെൻ്റ് എടുക്കാൻ. നമുക്ക് മൺഡേ ടു സാറ്റർഡേ ആണ് ഉള്ളത്. ഞാൻ വീക്കിലി 1 or 2 ആണ് നമ്മൾ തലശ്ശേരിയോ അല്ലെങ്കിൽ മാംഗ്ലൂരോ നമ്മൾ സാധാരണ ഉണ്ടാവാറ്. ബാക്കിയുള്ള സമയത്തൊക്കെ ഞാൻ എറണാകുളം കളമശ്ശേരിയിലെ ക്ലിനിക്കിൽ തന്നെയാണ് ഉണ്ടാവാറ്.